ഇത് തുഞ്ചൻ പറമ്പ് അഥവാ രാമായണ ഭൂമി ആണിത്. ആചാര്യനെ വണങ്ങിക്കൊണ്ട് തന്നെ നമുക്കിവിടുത്തെ ഓരോ ചടങ്ങും ആരംഭിക്കാനാകും. അതോടൊപ്പം തന്നെ തൻ്റെ ജന്മം ഒരു കാണിക്കയായി തുഞ്ചൻ പറമ്പിന് സമർപ്പിച്ച MT സാറിനെ ആദരപൂർവ്വം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ഞാനധികം ദീർഘിപ്പിക്കാത്തൊരു സ്വാഗത പ്രസംഗമാണ് ചെയ്യുന്നത്. ആഘോഷിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ് രാമായണം. ഇവിടെ ഒരു വിശേഷതയുണ്ട്. രാമായണ പാരായണമല്ല, അതിനപ്പുറത്തേക്ക് രാമായണ പഠനമാണ് നടക്കുന്നത്. പാരായണവും പഠനവും തമ്മിൽ അല്പം ചില വ്യത്യാസങ്ങളുണ്ട്. ഇനി നടക്കാൻ പോകുന്ന ഓരോ സെഷനിലും രാമായണത്തിൻ്റെ കുറിച്ചുള്ള വിവിധങ്ങളായ ആശയങ്ങളെ ഏറ്റവും പ്രഗത്ഭമതികളായ ആൾക്കാരാണ് വിശദീകരിക്കുന്നത്. ഓരോ തവണ രാമായണം വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പുതിയ അറിവുണ്ട്, പുതിയ ഉൾക്കാഴ്ചയുണ്ട്. അതാണ് നമുക്ക് അറിവിൻ്റെ ഉത്സവമായി, ഒരു ഗ്രന്ഥത്തിൻ്റെ ഉത്സവമായി നമ്മുടെ ഇവിടെ മാറാൻ പോകുന്നത്. എന്തുകൊണ്ട് കർക്കിടക മാസം? കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ മാസമാണ്. മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, വാക്കിൻ്റെ, പരിസരത്തിൻ്റെ എല്ലാം ശുദ്ധിയാണ് കർക്കിടക മാസത്തിൻ്റെ മുഖമുദ്ര. ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും വിശുദ്ധമായ ജ്ഞാനം തേടിയുള്ള ഒരു അന്വേഷണമാണ് ഈ രാമായണോത്സവം. നമ്മൾ ഓരോരുത്തരെയും ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കാൻ ഈ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം. എന്തുകൊണ്ടാണ് രാമായണം വായിക്കപ്പെടുന്നത്? പഴയ കാലത്തെക്കുറിച്ച് ഞാൻ പറയാം. പഴയ കാലത്ത് രാമായണ പാരായണം വീടുകളിൽ നടന്നിരുന്നു. എന്തുകൊണ്ട്? ഈ കാലാവസ്ഥ നോക്കിയാൽ അറിയാം, ഇരുട്ടും തണുപ്പും ഒന്നിച്ചു ചേരുന്ന പഴയൊരു കർക്കിടകത്തെ നമ്മൾ ഈ സമയത്തൊന്ന് ആലോചിക്കണം. ഇരുട്ടും തണുപ്പും ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഭാവം വിഷാദമാണ്. ഈ വിഷാദത്തെ അകറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തയെ ദീപ്തമാക്കി നിർത്തണം, ചിന്തയിൽ അഗ്നി കൊളുത്തണം. ആ ഒരു കാര്യമായിരുന്നു കർക്കിടക മാസത്തിൽ നമ്മുടെ പൂർവികര് കേരളത്തിൽ നടത്തി വന്നിരുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, വിദേശത്തും സാഡ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. സീസണൽ എഫക്റ്റ് ഡിസീസസ്, സാഡ് എന്ന് അതിന് പറയാം. അങ്ങനെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മനുഷ്യനിലും പ്രകൃതിയിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ ഏറ്റവും ശാസ്ത്രീയവും ഉദാത്തവുമായ രീതിയിൽ മറികടക്കാനുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ആചാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. രാമായണ മാസം ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്വാഗത പ്രസംഗമായതുകൊണ്ട് ഞാൻ അല്പം ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നന്ദേട്ടന്, ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. PM വാര്യർ സാറാണ്. ഒട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തുഞ്ചൻ പരിപാടികളിൽ, തുഞ്ചൻ ട്രസ്റ്റിൻ്റെ, തുഞ്ചൻ പറമ്പിൻ്റെ പരിപാടികളിലെല്ലാം അതിഥിയേക്കാൾ ഉപരി ആതിഥേയനായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്ത് കാര്യവും അരുവിധിശാലയുടെ പ്രതിനിധിയായും ഞങ്ങളുടെയൊക്കെ ഈ നായകനായും മുന്നിൽ നിൽക്കുന്ന സാറിനെ ഞാൻ ആദരപൂർവ്വം ട്രസ്റ്റിന് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. ട്രസ്റ്റിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിലൊരാളായ കൃഷ്ണൻകുട്ടി സാറാണ്. അദ്ദേഹത്തോട് ഞാൻ സ്വാഗതം പറയുന്നൊന്നും ശരിയല്ല, പക്ഷേങ്കിലും ഔപചാരികമായി ഞാനത് നിർവഹിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരുടെയും പേരെടുത്ത് സ്വാഗതം ചെയ്യണമെന്നാണ് മര്യാദ, അതാണ് അതിൻ്റെ ശരി. പക്ഷേ പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം അതിന് ഞാൻ മുതിരുന്നില്ല. മണമ്പൂർ ആവിജംബോ സാറുണ്ട്, അഡ്വക്കേറ്റ് വിക്രമൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. കോട്ടയ്ക്കുന്ന ഡോക്ടർ ഞങ്ങളുടെ PRO രാമകൃഷ്ണൻ വന്നിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ MT വാസുദേവൻ നായരുടെ സാന്നിധ്യം അദൃശ്യമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും തുഞ്ചൻ്റെ പാദസ്മരണകളിൽ, തുഞ്ച പാദങ്ങളിൽ
നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ PM വാര്യർ സർ, സ്വാഗതം ആശംസിച്ച മുരളി ഡോക്ടർ, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, വേദിയിലുള്ള സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, തുഞ്ചൻ പറമ്പിൽ രാമായണ മാസം ആചരിക്കണം എന്നൊരു തീരുമാനമെടുക്കുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MT ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ്. അത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ രാമായണ പാരായണം മാത്രമല്ല, പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും രാമായണത്തെ പരിചയപ്പെടുത്തുക, രാമായണം ഉൾക്കൊള്ളാനുള്ള കരുത്ത് പകരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രഭാഷണ പരമ്പരകൾക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചിടത്തോളം, അതിലെ സന്ദേശം സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ എന്താണ് ഉദ്ദേശിച്ചത്, ആ കാലഘട്ടത്തിൽ ഇത് വ്യത്യസ്തമായ സാമൂഹ്യമായ സാഹചര്യങ്ങളിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ സന്ദേശം ഇന്നും പ്രസക്തമാണ്. മാനവികതയും ഈ സമൂഹത്തിൻ്റെ സ്നേഹവും പരസ്പരമുള്ള ആദരവും ഒക്കെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് രാമായണത്തിൻ്റെ പ്രസക്തി ഉയർന്നതാണ്. ഞാൻ കുട്ടിക്കാലത്ത് രാമായണം വീട്ടിൽ ഡോക്ടർ പറഞ്ഞ പോലെ പാരായണം എന്ന കുടുംബത്തിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല, ഇത്ര വെച്ചില്ല. പക്ഷേ ഈ പുതിയ പുതിയ എഡീഷനുകളും പുതിയ പുതിയ പത്രമാധ്യമങ്ങളും ഇറക്കുകയും അതിൻ്റെ രൂപത്തിലേക്കുള്ള പല രൂപത്തിലേക്കുള്ള ആഖ്യാനങ്ങളൊക്കെ വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വായിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് നമുക്കുള്ളത്. ഞാൻ ദീർഘ സംസാരിക്കുന്നില്ല, ഡോക്ടർ സംസാരിക്കുമ്പോഴും. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന ഈ രാമായണത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും നമുക്കിന്നിപ്പോൾ ലഭ്യമാണ്. എഴുത്തച്ഛൻ്റെ രാമായണം തുഞ്ചൻ ട്രസ്റ്റ് ഇപ്പോൾ വീണ്ടും നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നാളെ അതിൻ്റെ പ്രകാശനം നടക്കും. നമുക്കുള്ളത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യമാണ് ഈ കാര്യം. പ്രത്യേകിച്ച് യുവതലമുറ അതിൻ്റെ വ്യാഖ്യാനങ്ങളോടുകൂടി വായിച്ച് അത് ഗൃഹസ്ഥമാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല പ്രഭാഷണ പരമ്പരകൾ ഇവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. നമുക്ക് അതിന് പുറമെ നാളെ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, രാമായണത്തിൻ്റെ പ്രസിദ്ധീകരണം. നമ്മളെ തുഞ്ചൻ പറമ്പിൻ്റെ പുതിയ എഡീഷൻ നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. നാളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ വിളിക്കുന്ന വാസുവേട്ടൻ്റെ ഒരു ഫോട്ടോ അനാച്ഛാദനം ഇവിടെ നടക്കുന്നുണ്ട്. ഇത്തരം ചടങ്ങുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ രാമായണ ഉത്സവത്തിൻ്റെ, നമ്മൾ അത് ഉപയോഗിക്കുന്ന ഉത്സവം എന്ന വാക്ക് ഉപയോഗിക്കുന്നു, ഉത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി തുഞ്ചൻ സ്മാരകത്തിൻ്റെ MTയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സഹോദര്യ സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്നതാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന MT ഇവിടെ ആദ്യം പ്രിയപ്പെട്ട വാസുവേട്ടൻ ഇവിടെ ഉപകരിച്ചത്. നമുക്ക് അന്നും ഇന്നും എന്നും തുഞ്ചൻ സ്മാരകവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഇപ്പോഴത്തെ അമരക്കാരനായ ഡോക്ടർ PM വാര്യരെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ നന്ദകുമാർ,
ഡോക്ടർ കെ മുരളീധരൻ, ശ്രീ പി കൃഷ്ണൻ മാസ്റ്റർ, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളുടെയാണ് ഈ വർഷവും രാമായണോത്സവം സംഘടിപ്പിക്കുന്നത്. തുഞ്ചൻ പറമ്പിൽ വരിക എന്നത് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും 2-3 തവണ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാറുണ്ട്. രാമായണം പോലെ ജനമനസ്സുകളെ ഇത്രമാത്രം സ്വാധീനിച്ച ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. വിവിധ ഭാഷകൾ, വിവിധ ദേശങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം രാമായണം എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും രാവണനും വിഭീഷണനും അയോധ്യയും അടവിയും ലങ്കയുമൊക്കെ മനുഷ്യർക്ക് ഏറെ പരിചിതമായി തീർന്നത് അവർ ഈ ഇതിഹാസത്തിനോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്നു. വീണ്ടും വീണ്ടും കേൾക്കുവാനും വായിക്കുവാനും കാണുവാനും തോന്നിപ്പിക്കുന്ന അസാധാരണമായ ഒരു ഘടകം രാമായണത്തിലുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കാൻ സഹായിക്കുന്ന ആ ഘടകത്തെ ആസ്വാദ്യത എന്ന് വേണമെങ്കിൽ പറയാം. അക്ഷരം പഠിച്ചവർക്കും അക്ഷരജ്ഞാനം നേടാൻ കഴിയാത്തവർക്കും രാമായണ കഥ അറിയാം. സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും രാമായണത്തെ സമീപിക്കാം. സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും രാമായണം പ്രിയപ്പെട്ട പഠന സാമഗ്രിയാണ്. ഇത്തരത്തിൽ വിപുലമായ ഒരു ആസ്വാദക വൃന്ദം രാമായണത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. വാൽമീകി രാമായണത്തിന് ശേഷം അനേകം രാമായണങ്ങൾ ഉണ്ടായി. വാൽമീകിയുടെ രാമൻ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തുടർന്ന് തുളസീദാസ്, കബീർദാസ്, സൂർദാസ്, തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങിയ നിരവധി പേർ രാമായണത്തിന് പുതിയ ഭാഷ്യം നൽകുകയുണ്ടായി. പിൽക്കാലത്ത് വന്ന കൃതികളിലെല്ലാം തന്നെ ഈശ്വരൻ്റെ അവതാരമായി അവതരിപ്പിക്കുകയായിരുന്നു. വരമൊഴിയായി രാമായണം പ്രചരിക്കുന്നതോടൊപ്പം തന്നെ വാമൊഴിയായും ഗോത്രഭാഷയിലൂടെയും മറ്റും രാമായണത്തിന് പുതിയ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദേശങ്ങൾക്കും ഭാഷകൾക്കും രാജ്യങ്ങൾക്കും അപ്പുറത്ത് രാമായണം വളരുകയായി. ഇന്ത്യ, ചൈന, ജപ്പാൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബർമ്മ, തായ്ലാൻഡ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിവിധ രൂപത്തിൽ രാമായണം നിലനിൽക്കുന്നുണ്ട്. ഗോത്രഭാഷകളിലും ആദിവാസ സമൂഹങ്ങളിലും ആയി രാമായണ കഥ പാട്ടായും പറച്ചിലായും സഞ്ചരിച്ചു. പലതരത്തിലുള്ള മനുഷ്യരുമായി സംവദിച്ചു. അവരിലേക്കെല്ലാം ആസ്വാദനത്തിൻ്റെയും ധർമ്മബോധത്തിൻ്റെയും സന്ദേശങ്ങൾ എത്തിച്ചു. ഇത്തരത്തിലുള്ള സർവജനീയത, യൂണിവേഴ്സാലിറ്റി രാമായണം കൈവരിച്ചിരിക്കുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്ന ആകർഷണീയത എങ്ങനെയാണ് രാമായണം കൈവരിച്ചത്? അതിന് നിരവധിയായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കഥകൾ പറയുവാനും കഥകൾ കേൾക്കുവാനുമുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ്. ആ അർത്ഥത്തിൽ രാമായണം ഒരു കുടുംബകഥയാണ്. അച്ഛൻ, അമ്മമാർ, പുത്രന്മാർ, രാജ്യം, വനവാസം, ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ, ശത്രുക്കൾ, യുദ്ധം തുടങ്ങിയ നിരവധി സന്ദർഭങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആ ആസ്വാദ്യത രാമായണത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അടിസ്ഥാനപരമായി ധർമ്മിഷ്ഠയായി ജീവിക്കണം എന്ന സന്ദേശമാണ് രാമായണം നൽകുന്നത്. ഇത് ഉദാത്തമായ ജീവിത മൂല്യമാണ്. ജീവിത മൂല്യങ്ങൾക്ക് നേരെ മനുഷ്യർ പുലർത്തേണ്ട കരുതലും ശ്രദ്ധയും രാമായണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. അധികാരം, ആസക്തി എന്നിവയോട് വേണമെങ്കിൽ ഉദാസീനനായി മാറി നിൽക്കാൻ കഴിയും എന്ന വലിയ മാനവിക ദർശനമാണ് രാമായണം നൽകുന്ന സത്ത. ഒട്ടും തന്നെ എളുപ്പമല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്കാണ് രാമൻ എത്തിച്ചേരുന്നത്.
മനുഷ്യബന്ധങ്ങളോട് പുലർത്തുന്ന വലിയ ഉൾക്കാഴ്ചകളാണ് രാമായണം നമ്മോട് പറയുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്തൃബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധം. ഇത്തരം ലൗകിക ബന്ധങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് രാമായണം ചെയ്യുന്നത്. അനേകം തലങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തെ വ്യാഖ്യാനിക്കുക എന്ന മഹത്തത്വമാണ് രാമായണം നമ്മോട് പറയുന്നത്. രാമായണം പല രീതിയിൽ നമുക്ക് വായിക്കാം. കുടുംബകഥ എന്ന നിലയിൽ, ധർമ്മശാസനകൾ എന്ന നിലയിൽ, ജീവിതാവബോധം വളർത്തുന്നതിന് സഹായിക്കുന്ന ദാർശനിക കൃതി എന്ന നിലയിൽ, സാഹിത്യകൃതി എന്ന നിലയിൽ, നാടകീയത മുറ്റി നിൽക്കുന്ന സംഘർഷഭരിതമായ കൃതി എന്ന നിലയിലും. ആത്യന്തികമായി മനുഷ്യനിലെ തമസ്സിനെ ഇല്ലായ്മ ചെയ്യുവാനും കൂടുതൽ പ്രകാശപൂർണമായ വ്യക്തിയായി മാറുവാനുമുള്ള പഠനങ്ങളാണ് രാമായണം നൽകുന്നത്. വരുന്ന 4 ദിവസങ്ങളിലായി രാമായണത്തെ പുതിയ രീതിയിൽ നമ്മൾ വായിക്കുകയാണ്. ബഹുമുഖമായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പ്രഭാഷണങ്ങൾ, പുസ്തകപ്രകാശനം, ചാക്യാർകൂത്ത്, പുറാട്ട് നാടകം, രാമായണ പാരായണം എന്നിവയെല്ലാം ഇവിടെ നടക്കും. ഈ വർഷത്തെ രാമായണോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ വർഷത്തെ രാമായണോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻകുട്ടി മാഷെ ക്ഷണിക്കുന്നു. ഇവിടെ നന്ദകുമാരൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ, ഈ ട്രസ്റ്റിൻ്റെ ഒരു സഹോദര സംഘടന എന്ന നിലയ്ക്കാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല എല്ലാ ഏത് പരിപാടി ഉണ്ടാവുമ്പോഴും കാര്യമായിട്ടുള്ള ഒരു സഹായം ആ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പരിപാടി ആ അർത്ഥത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മാനേജിംഗ് ട്രസ്റ്റി PM വാര്യർ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലയ്ക്കും ട്രസ്റ്റിന് വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യാൻ, അതിനൊപ്പം തന്നെ പ്രത്യേകം നന്ദി ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തിയ ട്രസ്റ്റ് മെമ്പർ ആണെങ്കിൽ പോലും നമ്മുടെ മുരളി ഡോക്ടർ എല്ലാവർക്കും പരിചിതരാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല മുരളി ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും പോയി കാണലും ചികിത്സ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മുരളി. അദ്ദേഹം ഇവിടെ സ്വാഗത പ്രസംഗം നടത്തി. ഔപചാരികൻ്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ ചെയർമാൻ നന്ദകുമാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ എല്ലാം അമരക്കാരനായി ഞങ്ങൾക്കെല്ലാം നേതൃത്വം തന്നുകൊണ്ടിരിക്കുന്ന നന്ദകുമാരന് പ്രത്യേകം നന്ദി പറയുന്നു. അതിലുപരിയായിട്ട് നിങ്ങളോട് ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇന്ന് തൊട്ടിട്ട് 1-ാം തീയതി കൂടിയിട്ടുള്ള ദിവസങ്ങളിൽ നല്ല നല്ല പ്രഭാഷണങ്ങൾ MN കാരശ്ശേരി, അതേപോലെ ലീലാകൃഷ്ണൻ, അജിത് കൊളാടി, ഇങ്ങനെയുള്ള തുടർന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങൾ ഓരോ ദിവസമുണ്ട്. വൈകുന്നേരമാണെങ്കിൽ കലാപരിപാടിയുണ്ട്. അതെല്ലാം തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഇതിൽ പങ്കെടുക്കണം എന്ന് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഈ ചടങ്ങിന് പങ്കുവന്ന മണമ്പൂർ രാജപ്പാമ്പു എല്ലാം അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട്, വിക്രമൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.